ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം അഷ്ടമോധ്യായഃ. എട്ടാമത്തെ അധ്യായത്തിൽ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഭരതൻ ഒരു മാൻകുട്ടിയെ രക്ഷിക്കാൻ ഇടവന്നതും എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയ ഭരതൻ കർമ്മവശാൽ ആ മാൻകുട്ടിയെ സ്നേഹിക്കുകയും അവസാനം ആ മാൻകുട്ടിയെ തന്നെ മനസ്സിൽ ചിന്തിച്ച് മരിച്ചതിനാൽ മാനായിട്ട് ജന്മമെടുത്തതുമാണ് പറയുന്നത്. ഋഷഭദേവൻ അണിമാതി ഐശ്വര്യങ്ങളെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് പരീക്ഷിത്ത് ചോദിച്ചപ്പോൾ ശുഗബ്രഹ്മർഷി പറഞ്ഞിരുന്നു, നമ്മൾ എത്രയൊക്കെ ഉന്നതമായ ആധ്യാത്മിക സ്ഥിതിയിൽ എത്തിയാലും നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടങ്ങ് വിശ്വസിക്കരുത്. അത് ചതിയനായ ഒരു വേടനെ പോലെ അല്ലെങ്കിൽ വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ പോലെ, ഒരു സ്ത്രീ എങ്ങനെയാണോ ഭർത്താവിനെ വഞ്ചിക്കുന്നത് അതുപോലെ എപ്പോൾ വേണമെങ്കിലും വഞ്ചിക്കപ്പെട്ടേക്കാം എന്ന രീതിയിൽ അത്രയും ജാഗ്രതയോടെ നമ്മൾ ഈ ലോകത്ത്, പ്രത്യേകിച്ച് ആധ്യാത്മിക സാധകർ മുന്നോട്ടു പോകുന്തോറും അപകട സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ആധ്യാത്മിക പാതയിൽ മുന്നോട്ടു പോകണം എന്നൊരു മുന്നറിയിപ്പാണ് ഈ ഒരു അധ്യായത്തിലൂടെ തരുന്നത്. ആരോടായാലും സക്തി, ആ അറ്റാച്ച്മെന്റ് കാരുണ്യം മൂലമുള്ളതായാലും അത് സാധകന്റെ പതനത്തിന് കാരണമായി തീരുമെന്ന് ഭരതന്റെ ഈ ചരിത്രം നമ്മോട് പറയുന്നു. ഭരതൻ ഒരു സന്യാസിയുടെ ജീവിതചര്യയുമായി ജീവിച്ചിരിക്കുന്നതിനിടയിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഒന്നാമത്തെ ശ്ലോകം. ഏകദാത്തു മഹാനദ്യാം കൃത അഭിഷേക നൈയമിക ആവശ്യകോ ബ്രഹ്മാക്ഷരം അഭിഗൃഹാനോ മുഹൂർത്തത്രയം ഉദകാന്തേ ഉപവിവേശ. ഏകദാത്തു ഒരിക്കൽ, മഹാനദ്യാം മഹാനദിയായ ആ ഗണ്ഡകി നദിയിൽ, കൃത അഭിഷേക നൈയമിക ആവശ്യക, എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ കുളിയും നിത്യാനുഷ്ഠാനങ്ങളും ആവശ്യമായ കർമ്മങ്ങളും ഒക്കെ നിർവഹിച്ചു കഴിഞ്ഞ ഭരതൻ ബ്രഹ്മാക്ഷരം ഓംകാരമന്ത്രത്തെ അഭിഗൃഹാനഃ ഉരുവിട്ടുകൊണ്ട് മുഹൂർത്തത്രയം, ഒരു 3 മുഹൂർത്തത്തോളം സമയം ഉദകാന്തേ ഉപവിവേശ, ആ നദീതീരത്തിൽ അങ്ങനെ ഇരുന്നു. പെട്ടെന്ന് തന്നെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോകാതെ കുളിയും ജപവും ഒക്കെ കഴിഞ്ഞ് ഓംകാരമന്ത്രം ഉരുവിട്ടുകൊണ്ട് ആ ഗണ്ഡകി നദിയുടെ തീരത്തായിട്ട് ഭരതൻ ഇരിക്കുകയാണ്. രണ്ടാമത്തെ ശ്ലോകം. തത്ര തഥാ രാജൻ ഹരിണി പിപാസയാ ജലാശയസ്യ അഭ്യാസം ഏകായേവ ഉപജഗാമ. ഹേ രാജൻ, അല്ലയോ പരീക്ഷിത്തെ, തഥാ അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത്, തത്ര അവിടെ, ഒരു ഹരിണി ഒരു മാൻപേട, പിപാസയ ദാഹത്താൽ, ഏകായേവ ഒറ്റയ്ക്ക്, ജലാശയസ്യ ആ നദിയുടെ അഭ്യാസം അടുക്കലേക്ക്, ഉപജഗാമ എത്തിച്ചേർന്നു. മാൻ വെള്ളം കുടിക്കാൻ വന്നതായിട്ട് ഭരതൻ ശ്രദ്ധിച്ചു. മൂന്നാമത്തെ ശ്ലോകം. തയാ പേപീയമാന ഉദകേ താവത് ഏവ അവിദൂരേണ നദതോ മൃഗപതേഹേ ഉന്നാദോ ലോകഭയങ്കരഃ ഉദപതത്. തയാ ആ മാൻപേടയാൽ, ഉദകെ വെള്ളം, പേപീയമാനെ കുടിക്കപ്പെട്ടുകൊണ്ടിരിക്കവേ, താവത് അതേ സമയത്ത് തന്നെ, ഏവ അവിദൂരേണ അകലത്ത് നിന്നല്ലാതെ ഏകദേശം അടുത്ത് നിന്ന് തന്നെ, നദതഃ ഉച്ചത്തിൽ ഗർജിക്കുന്ന, മൃഗപതേഹേ സിംഹത്തിൻ്റെ, ലോകഭയങ്കരഃ ഉന്നാദഃ ലോകം പേടിച്ചു വിറയ്ക്കുന്ന രീതിയിലുള്ള ഉഗ്രഗർജനം, ഉദപതത്
അടർന്നു വീണു എന്ന് വെച്ചാൽ ആ കാടൊട്ടാകെ മുഴങ്ങുന്ന രീതിയിൽ ഒരു സിംഹഗർജനം ഭരതനും കേട്ടു. 4-ാമത്തെ ശ്ലോകം. തം ഉപശ്രുത്യ സാ മൃഗവധൂഃ പ്രകൃതിവിക്ലവ ചകിതനിരീക്ഷണ സുതരാം അപി ഹരിഭയ അഭിനിവേശ വ്യഗ്രഹൃദയ പാരിപ്ലവ ദൃഷ്ടിഃ അഗതതൃഷാ ഭയാത് സഹസാ ഏവ ഉച്ചക്രാമ. തം ഉപശ്രുത്യ, ആ ഗർജനം കേട്ടിട്ട്, പ്രകൃതി വിക്ലവ, പ്രകൃത്യാ തന്നെ വ്യാകുല ചിത്തരാണ് ഈ മാനുകൾ. അങ്ങനെയുള്ള ആ മാൻ ചകിത നിരീക്ഷണ, പരിഭ്രാന്ത നേത്രയുമായ സാ മൃഗവധൂഹു, ആ പെൺമാൻ, സുതരാം അപി, വിശേഷിച്ചും, ഹരിഭയ അഭിനിവേശം, ഇവിടെ ഹരി എന്നതിന് സിംഹം എന്നർത്ഥം, സിംഹഭയ ആവേശത്താൽ വ്യഗ്രഹൃദയ, അമ്പരന്ന ഹൃദയത്തോടുകൂടെയും, പാരിപ്ലവ ദൃഷ്ടി, പതറിയ കണ്ണുകളോടെയും, ഭയാത്, പേടിച്ച്, അഗതതൃഷ, വെള്ളം കുടിക്കാൻ വന്നു പക്ഷെ ദാഹം വേണ്ടത്ര മാറാതെ, സഹസായേവ, പെട്ടെന്ന് തന്നെ ആ നദിയിലേക്ക് ഉച്ചക്രാമ, കുതിച്ചു ചാടി. സിംഹഗർജനം കേട്ട് ആ മാൻപേട വെള്ളം കുടിക്കുന്നത് നിർത്തി പ്രാണരക്ഷാർത്ഥം ആ നദിയിലേക്ക് ചാടുകയാണ്. 5-ാമത്തെ ശ്ലോകം. തസ്യാ ഉത്പതന്ത്യ അന്തർവത്ന്യ ഉരുഭയ അവഗളിതോ യോനി നിർഗതോ ഗർഭഃ സ്രോതസി നിപപാത. ഉത്പതന്ത്യാഹ, അങ്ങനെ പ്രാണരക്ഷാർത്ഥം ആഞ്ഞു കുതിച്ചു ചാടുന്ന, അന്തർവത്ന്യാഹ, അതായത് ഗർഭിണിയായ, തസ്യാഹ, ആ മാൻപേടയുടെ, ഗർഭഃ, ഗർഭം, ഗർഭസ്ഥ ശിശുവായിട്ടുള്ള ആ മാൻകുഞ്ഞ്, ഉരുഭയ അവഗളിതഃ, അത്യന്തമായ ഭയത്താൽ, അവഗളിതം എന്നാൽ ആ ഗർഭത്തിൽ നിന്ന് ച്യുതി സംഭവിച്ച്, വ്യതിചലിച്ച്, യോനി നിർഗതഃ, യോനിയിലൂടെ പുറത്തു ചാടി, സ്രോതസി, ആ നദിയുടെ ഒഴുക്കിൽ, നിപപാത, വീണുപോയി. താനൊരു ഗർഭിണിയാണെന്ന് പോലും ചിന്തിക്കാതെ ആണ് പേടിച്ച് ആ മാൻ വെള്ളത്തിലേക്ക് ചാടിയത്. പെട്ടെന്ന് കുതിച്ച് അപ്പുറത്തെത്താം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ കുതിക്കുന്ന കുതിപ്പിൽ ഗർഭം വ്യതിചലിച്ച് ആ ഒഴുക്കിൽ പെട്ടു. 6-ാമത്തെ ശ്ലോകം. തത് പ്രസവ ഉത്സർപ്പണ ഭയഖേദാതുര സ്വഗണേന വിയുജ്യമാന കസ്യാംചിദ്ദര്യാം കൃഷ്ണസാരസതി നിപപാത അധ ച മമാര. തത് പ്രസവം, ആ ഗർഭപാതവും, ഉത്സർപ്പണം, എടുത്തു ചാട്ടവും, ഭയം, പേടിയും കൊണ്ടുള്ള, ഖേദ ആതുര, കഷ്ടതയാൽ വിവശയുമായ, ഒപ്പം സ്വഗണേന, തൻ്റെ കൂടെയുള്ള മറ്റ് മാൻ സംഘത്താൽ, വിയുജ്യമാന, വേർപിരിയപ്പെട്ടവളും ആയ ആ കൃഷ്ണസാരസതി, കൃഷ്ണമാൻപേട ആ ഒഴുക്കിൽപ്പെട്ട്, കസ്യാംചിത് ദര്യാം, ഏതോ ഒരു ദര്യാം എന്ന് വെച്ചാൽ ഒരു ഗുഹയിൽ, ആ നദിയിലേക്ക് അങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ഗുഹയിൽ, നിപപാത, ചെന്നു വീഴുകയും, അധ മമാരച, ഉടൻ തന്നെ മരിക്കുകയും ചെയ്തു. 7-ാമത്തെ ശ്ലോകം. തം തു ഏണകുണകം കൃപണം സ്രോതസ അനൂഹ്യമാനം അഭിവീക്ഷ്യ അപവിദ്ധം ബന്ധുഃ ഇവ അനുകമ്പയ രാജർഷിഃ ഭരതഃ ആദായ മൃതമാതരം ഇതി ആശ്രമപദം അനയത്. അപവിദ്ധം, അമ്മയാൽ പുറന്തള്ളപ്പെട്ട്, കൃപണം, ഇപ്പോൾ ആരുമില്ലാതായ, തം ഏണകുണകം തു, ആ പ്രസവിച്ചു വീണ ഇളമാൻ കുഞ്ഞിനെയാകട്ടെ, സ്രോതസ, ആറ്റൊഴുക്കിനാൽ, അനൂഹ്യമാനം, അങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ട് ഉടനെ തന്നെ ഭരതൻ ആ നദിയിലേക്കിറങ്ങി, അഭിവീക്ഷ്യ, അത് കണ്ടിട്ട്, രാജർഷിഃ ഭരതഃ, രാജർഷിയായ ഭരതൻ, മൃതമാതരം, അയ്യോ തള്ള ചത്തുപോയതാണല്ലോ, ഇതി അനുകമ്പയ, ആ കനിവിനാൽ,
ഇനി താനാണ് ഈ മാൻകുഞ്ഞിന് ബന്ധു എന്ന പോലെ, ബന്ധുഹു ഇവ ആദായ, ഇനി താനേയുള്ളൂ ഈ മാൻകുഞ്ഞിന് എന്ന ഒരു ബന്ധം ആ മാൻകുഞ്ഞിനോട് ഭരതന് തോന്നുകയാണ്. അങ്ങനെ ഉടമസ്ഥനെ പോലെ ആ നദിയിൽ നിന്നെടുത്ത് ആശ്രമപദം അനയത്ത്, തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോന്നു. ഇങ്ങനെ രക്ഷപ്പെടുത്തിയതിൽ ഒന്നും ഒരു തെറ്റില്ല. തീർച്ചയായും അവിടെ ഭഗവാൻ ഇടപെട്ട് ഈ മാൻകുഞ്ഞ് ഭരതനാൽ രക്ഷപ്പെടണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവണം. പക്ഷേ താനാണ് ഈ മാൻകുഞ്ഞിൻ്റെ ബന്ധു എന്ന രീതിയിൽ അതിനെ പരിചരിക്കാൻ തുടങ്ങിയതാണ് പിന്നീട് ഭരതൻ്റെ യോഗമാർഗത്തിന് തടസ്സമായത്. ആ മാൻകുഞ്ഞിനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ കാട്ടിലേക്ക് അങ്ങ് വിട്ടാൽ മതിയായിരുന്നു. ആദ്യമേ അതിനോടൊരാസക്തി വെക്കേണ്ടതില്ലായിരുന്നു. അവിടെയാണ് ഭരതന് അബദ്ധം പറ്റിയത്. അതാണ് 8ാമത്തെ ശ്ലോകം. തസ്യഹ വാ ഏണകുണക ഉച്ചൈഹി ഏതസ്മിൻ കൃത നിജ അഭിമാനസ്യ അഹരഹ അഹഹ അഹഹ തത്പോഷണ പാലന ലാളന പ്രീണന അനുധ്യാനേന ആത്മനിയമാഹ സഹയമാഹ പുരുഷപരിചര്യാദയഃ ഏകൈകശഃ കതിപയേന അഹർഗണേന വിയുജ്യമാനാഃ കില സർവയേവ ഉദവസൻ. ഏതസ്മിൻ ഏണകുണകേ, ആ മാൻകുട്ടിയിൽ ഉച്ചൈഹി വളരെയധികം കൃത നിജ അഭിമാനസ്യ, ഇനി ഈ മാൻകുഞ്ഞിന് താൻ മാത്രമേ ഉള്ളൂ എന്നൊരു മമതാബന്ധം അവിടെ വന്നു ചേർന്നു. അങ്ങനെ ഈ മാൻകുട്ടിക്ക് പാല് കൊടുക്കുക, അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെ തസ്യഹ വൈ, ആ രാജർഷിക്ക് അഹരഹ കഷ്ടം തന്നെ, നാൾ തോറും തത്പോഷണം അതിനെ പോറ്റുക, പാലനം അതിനെ നോക്കുക, അതായത് മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ ഇനി താനേ ഉള്ളൂ രക്ഷിക്കാൻ എന്നൊരു ചിന്ത വന്നു. പിന്നെ കൂടുതൽ സമയവും ധ്യാനത്തിലൊക്കെ മുഴുകിയിരുന്ന ആ ഭരത രാജർഷിക്ക് പിന്നീട് ധ്യാനത്തിൽ ഇരിക്കാൻ പോലും പറ്റാതെയായി. കാരണം കണ്ണടച്ചാൽ ഈ മാൻകുഞ്ഞ് എവിടെയെങ്കിലും പോയി കളയുമോ, അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകുമോ, ഇങ്ങനെ അതിനെ എപ്പോഴും താലോലിക്കുക, ലാളനം പ്രീണനം, എപ്പോഴും ധ്യാനം മുഴുവൻ, അനുധ്യാനേന ഈ മാൻകുഞ്ഞിനെ കുറിച്ചായി ചിന്ത മുഴുവൻ. മാൻകുഞ്ഞ് കുറച്ചൊന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോഴേക്കും മനസ്സമാധാനം നഷ്ടപ്പെടും. മാൻകുഞ്ഞിനെ ആരെങ്കിലും എടുത്തുകൊണ്ടു പോകുന്നുണ്ടോ, ഇങ്ങനെ ഏതു നേരവും മാൻകുഞ്ഞിൻ്റെ പുറകെയായി. അതുവരെ ചെയ്തുകൊണ്ടിരുന്ന സഹയമാഹ, ഓരോ യമങ്ങളോടുകൂടവേ ഉള്ള ആത്മനിയമാഹ, സ്നാനാദി നിയമങ്ങളും, അതായത് യമനിയമാദികളിൽ യമവും നിയമവും 5 വീതമുണ്ട്. ഇവയെല്ലാം തെറ്റി, അതിനെക്കുറിച്ചൊന്നും പിന്നെ ചിന്തയേ ഇല്ല. ഒപ്പം നേരത്തെ കണ്ടിരുന്നു, എപ്പോഴും ഭഗവാനെ പൂജിച്ചു കൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ അതിനൊന്നും സമയമില്ല, ശ്രദ്ധിക്കാൻ സമയമില്ല, പറ്റുന്നില്ല. അങ്ങനെ പുരുഷപരിചര്യാദയഃ, ഭഗവത് സേവാദികളും കതിപയേന, ഏതാനും അഹർഗണേന, ദിവസങ്ങൾ കൊണ്ട്, ഏകൈകശഃ, ഓരോന്നോരോന്നായിട്ടങ്ങനെ, സർവേ ഏവ, എല്ലാം ഈ രാജർഷിയെ ഭരതനെ ഉദവസൻ കില, വിട്ടുപോയത്രേ. എല്ലാം വിട്ട് കാട്ടിലേക്ക് വന്ന ആളാണ്. കൊട്ടാരത്തിൽ ഇതിലും വലിയ സൗകര്യത്തിൽ ഇരുന്ന് മുഴുവനായും ആ മമതാബന്ധമൊക്കെ വിട്ടു എന്ന് തോന്നിയിട്ടാണ് ഈ കാട്ടിലേക്ക് വന്നത്. അവിടെയും വളരെ സന്തോഷമായിട്ട് ജീവിച്ചു കൊണ്ടിരുന്നതാണ്. ആ മാൻകുട്ടിയെ കാരുണ്യം കൊണ്ട് രക്ഷിച്ചു എന്നത് ശരി തന്നെ. പക്ഷേ മൃഗങ്ങൾക്ക് അങ്ങനെ എല്ലായ്പ്പോഴും ഈ മനുഷ്യ കുഞ്ഞുങ്ങളെ പോലെ ശ്രദ്ധ വേണമെന്നൊന്നുമില്ല. കാരണം അവരെ പ്രകൃതി അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യനായ ഭരതന് മതിവരില്ല, അതാണ് പ്രശ്നം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെയാണ് ഈ പട്ടിക്കുട്ടികളെയും പൂച്ചകളെയും ഒക്കെ കൊഞ്ചിച്ച് വഷളാക്കുകയാണ്. ശരിക്കും പ്രകൃതി അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സമയത്ത് ഭക്ഷണം കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതും
കാട്ടിൽ വളരുന്ന ഒരു മാനിനെ സംബന്ധിച്ച് അതിനുള്ള വഴി അത് തന്നെ കണ്ടെത്തിക്കൊള്ളുമായിരുന്നു. ഇങ്ങനെ പുറകെ നടന്ന് ലാളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ആ മാൻകുഞ്ഞിനോട് തുടക്കം തന്നെ ഒരു ആസക്തി, എൻ്റെ കുഞ്ഞ് എന്നൊരു ഭാവം ഭരതനിൽ വന്നതാണ് പ്രശ്നമായത്. അത് എല്ലാ അർത്ഥത്തിലും ഭരതന്റെ സാധനയെ മുടക്കി എന്നതാണ് വളരെയധികം കഷ്ടമായ കാര്യം. ആ മാൻകുഞ്ഞിനെ കിട്ടിയതിൽ പിന്നെ ഭരതൻ എങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്? അതാണ് 9ാമത്തെ ശ്ലോകം. അഹോബത അയം ഹരിണകുണകഃ കൃപണ ഈശ്വരരഥ ചരണ പരിഭ്രമണരയേണ സ്വഗണ സുഹൃദ് ബന്ധുഭ്യഃ പരിവർജിതഃ ചരണം ച മാ ഉപസാദിതോ മാം ഏവ മാതാപിതരൗ ഭ്രാതൃജ്ഞാതീൻ യൗധികാൻ ച ഏവ ഉപേയായ ന അന്യം കഞ്ചന വേദ മയി അതിവിസ്രബ്ധ ച അതയേവ മയാ മത്പരായണസ്യ പോഷണ പാലന ലാളനം അനസൂയുന അനുഷ്ഠേയം ചരണ്യോപേക്ഷാദോഷ വിദുഷ. ശരണാഗത രക്ഷണം എന്നത് ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മമാണ്. ഗൃഹസ്ഥാശ്രമി തീർച്ചയായും തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഒരാളെ സംരക്ഷിക്കുകയും പിന്നീട് അയാൾക്കൊരു ജീവിത വൃത്തി കണ്ടെത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ഭരതൻ ഇത് ചെയ്തിരുന്നത് രാജാവായിരുന്ന സമയത്തായിരുന്നുവെങ്കിൽ അത് തീർച്ചയായും ഭരതന്റെ സ്വധർമ്മ അനുഷ്ഠാനമായി തീർന്നേനെ. എന്നാൽ ഭരതൻ ഗൃഹസ്ഥാശ്രമവും രാജാവെന്ന തൻ്റെ ആ ഗുണവും എല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായും ഒരു സാത്വിക ഗുണത്തിലേക്ക്, ബ്രാഹ്മണന്റെ ഗുണത്തിലേക്ക് ഉയർന്നവനാണ്. ഒരു വാനപ്രസ്ഥന്റെയും സന്യാസിയുടെയും ധർമ്മം ലോകം മുഴുവൻ ഉപേക്ഷിച്ച് അവനവന്റെ ആത്മ ഉയർച്ചയ്ക്ക് വേണ്ടി, ഉന്നതിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നത് മാത്രമാണ്. അവിടെ ശരണാഗത രക്ഷണം ഇല്ല. ഇനി ഒരു പക്ഷേ ജ്ഞാനം നേടി ഒരു യോഗിയായി തീർന്നാൽ ആ ജ്ഞാനത്തിനായി തന്നെ സമീപിക്കുന്ന ശിഷ്യന് നേർവഴി കാണിച്ചു കൊടുക്കാം. അപ്പോഴും ആ ശിഷ്യനിൽ ഇവൻ എൻ്റെയാണ്, ഇവനെ നേർവഴിക്ക് നയിക്കേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്, ഇങ്ങനെയുള്ള ആ രാഗചിന്ത പോലും, അറ്റാച്ച്മെന്റ് പോലും പാടില്ല. അത്രയും ശ്രദ്ധയോടെ ഇരിക്കേണ്ട ഒരു ആശ്രമമാണ് വാനപ്രസ്ഥാശ്രമവും സന്യാസാശ്രമവും. അതുകൊണ്ടാണ് ഇവിടെ ഈ മാൻകുട്ടിയോട് തോന്നിയ കാരുണ്യം അനൗചിത്യമായി തീരുന്നത്. അല്ലാതെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു നല്ല കാര്യമല്ലേ, മാൻകുട്ടിയെ സംരക്ഷിക്കേണ്ടതല്ലേ എന്ന് തോന്നും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് വർണ്ണധർമ്മവും ആശ്രമധർമ്മവും വേറെ വേറെയാണ്. ആശ്രമധർമ്മം എന്നാൽ ബ്രഹ്മചര്യത്തിൽ ഒരു ധർമ്മം, ഗൃഹസ്ഥാശ്രമത്തിൽ ഒരു ധർമ്മം, വാനപ്രസ്ഥത്തിലും സന്യാസത്തിലും ധർമ്മം വേറെയാണ്. ഈ ധർമ്മം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് പ്രവർത്തിക്കണം. അല്ലാതെ എല്ലാ ധർമ്മവും എല്ലാവർക്കും ഉള്ളതല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭരതൻ ചിന്തിക്കുന്നത്, അഹോബത, അയ്യോ കഷ്ടം, അയം ഹരിണകുണകഃ, ഈ മാൻകിടാവ് ഈശ്വര രഥചരണ പരിഭ്രമരയേണ, കാലചക്രത്തിരിച്ചിലിന്റെ വേഗം കൊണ്ട് സ്വഗണം, തൻ്റെ കൂട്ടത്തിൽ നിന്നും, സുഹൃത് ബന്ധുഭ്യഃ, തൻ്റെ ഉറ്റവരിൽ നിന്നും ഒക്കെ, പരിവർജിതഃ, കൂട്ടം പിരിഞ്ഞ്, മാ ശരണം ഉപസാദിതഃ, ഇതാ എന്നെ ആശ്രയിച്ചിരിക്കുന്നു. അതിൽ നിന്ന് തന്നെ ഭരതൻ മായയിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. ഇനി ഞാനാണ് ഇവന്റെ സംരക്ഷകൻ എന്ന് ചിന്തിച്ചു തുടങ്ങി. അതിനു പകരം ഈശ്വരൻ എൻ്റെ കയ്യിൽ എത്തിച്ചുവെങ്കിലും ഇതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഭഗവാന്റെയാണ്. ഇനി ഭഗവാൻ തന്നെ അതിനൊരു വഴി കാണിച്ചു കൊടുക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടതായിരുന്നു. മറിച്ച് ഞാനാണ് ഇവന്റെ ഉത്തരവാദിത്തം ഇനി ഏറ്റെടുക്കേണ്ടത് എന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ അവിടെ രാഗമുണ്ടായി, അറ്റാച്ച്മെന്റ് ഉണ്ടായി. മാതാപിതരവും, ഇവന്റെ അമ്മയും അച്ഛനും, ഭ്രാതൃജ്ഞാതീൻ, ഉടപ്പിറന്നവരും ബന്ധുക്കളും, യൗധികാൻ, കൂട്ടക്കാരുമെല്ലാമായിട്ട് ഇവൻ മാമേവ, എന്നെ മാത്രം കരുതി, ഉപേയായ,
അടുത്തുകൂടിയിരിക്കുന്നു. ഇതൊക്കെ ഭ്രമമാണ്. അല്ലാതെ മാൻകുട്ടി ഒരിക്കലും ഭരതനോട് പറയുന്നില്ല ഇനി അങ്ങാണ് എൻ്റെ ആശ്രയമെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് മായയ്ക്ക് അടിമപ്പെട്ട് ഭ്രമിച്ചു പോയിരിക്കുന്നു. ഇനി പറയുകയാണ് മയി എന്നിൽ അതിവിശ്രബ്ധ, അതിവിശ്വാസമർപ്പിച്ച് അന്യം കഞ്ചന ന വേദച്ച, മറ്റൊരാളെ അറിയാതെയും ഇരിക്കുന്നു. ഈ മാൻകുഞ്ഞിനിപ്പോൾ ഈ ലോകത്ത് ആകെ അറിയാവുന്നത് എന്നെ മാത്രമാണ്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇവനെ ഉപേക്ഷിക്കുക? അതഹ ഏവ, ഇതുകൊണ്ട് തന്നെ ശരണ്യ ഉപേക്ഷാദോഷം, തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഒരാളെ ഉപേക്ഷിച്ചാലുള്ള ദോഷ വിദുഷ, ആ ദോഷം അറിവുള്ള മയാ, എന്നാൽ അനസൂയുന, സ്വാർത്ഥ ചിന്തയില്ലാതെ ഇരുന്നുകൊണ്ട് മത്പരായണസ്യ, എന്നെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന ഇതിനെ പോഷിപ്പിക്കേണ്ടതും പാലനം നല്ല രീതിയിൽ നോക്കേണ്ടതും പ്രീണനം അവന് സന്തോഷമുണ്ടാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യേണ്ടതും അവനെ ലാളിക്കേണ്ടതും ലാളനം ഇതൊക്കെ അനുഷ്ഠേയം, എൻ്റെ കർത്തവ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് സ്വയം അങ്ങ് നിശ്ചയിക്കുകയാണ്. എൻ്റെ സാധനകൾ മുടങ്ങിയാലും ഒരു പ്രശ്നവുമില്ല, കാരണം അതിലും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്ന ഭാവത്തിലേക്ക് ഭരതൻ മാറുകയാണ്. ഇങ്ങനെ സ്വയം ന്യായീകരിക്കാൻ വേണ്ടി വീണ്ടും ചിന്തിക്കുകയാണ്. 10ാമത്തെ ശ്ലോകം. നൂനം ഹി ആര്യാഹ സാധവ ഉപശമശീലാഹ കൃപണ സുഹൃദഃ ഏവം വിധാർത്ഥേ സ്വാർത്ഥാൻ അപി ഗുരുതരാൻ ഉപേക്ഷന്തെ. നൂനം ഹി, തീർച്ചയായും, ഉപശമശീലാഹ, പ്രശാന്ത സ്വഭാവികളായി, കൃപണ സുഹൃദഃ, ദീനരിൽ സ്നേഹമുള്ളവരായിരിക്കുന്ന, ആര്യാഹ സാധവഃ, ശ്രേഷ്ഠരായ സജ്ജനങ്ങൾ, ഏവം വിധാർത്ഥേ, ഇത്തരത്തിലുള്ള വിഷയത്തിൽ, ഇങ്ങനെ തന്നെ ആരെങ്കിലും ശരണം പ്രാപിച്ചാൽ അവരെ സംരക്ഷിക്കുക എന്ന വിഷയത്തിൽ, ഗുരുതരാൻ, അതിഗൗരവമുള്ള, സ്വാർത്ഥാനപി, തൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഉത്തരവാദിത്തം അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അതിനെ ഉപേക്ഷിക്കാറുണ്ട്. താൻ ഇതുവരെ ചെയ്തു വന്ന സാധനയൊക്കെ ആകെ താറുമാറായി എന്ന് ഭരതന് തന്നെ ബോധ്യമുണ്ട്. പക്ഷെ അതിൽ ഒട്ടും കുറ്റബോധം തോന്നാതെ അതിനെ ന്യായീകരിക്കുകയാണ്. ഞാനിപ്പോൾ അതിലും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി എൻ്റെ ഈ സാധന മുടക്കിയാൽ അതൊരു തെറ്റേ അല്ല. കാരണം സജ്ജനങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ സംഭവിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ താനിപ്പോൾ ഏത് ആശ്രമത്തിലാണ് ഇരിക്കുന്നത് എന്ന് മറന്നുപോയി. ഗൃഹസ്ഥാശ്രമിക്ക് ഇതൊരു ധർമ്മമാണ്, പക്ഷേ വാനപ്രസ്ഥാശ്രമിക്ക് ശരണാഗത രക്ഷണം ധർമ്മമല്ല. 11ാമത്തെ ശ്ലോകം. ഇതി കൃത അനുഷംഗ ആസന ശയന അടന സ്ഥാന അശനാദിഷു സഹ മൃഗജഹുന സ്നേഹാനുബദ്ധ ഹൃദയ ആസീത്. ഇങ്ങനെ സ്വയം അങ്ങ് തീരുമാനിച്ചിട്ട് കൃതാനുഷംഗ, ആ മാൻകുട്ടിയോട് ആസക്തി വെച്ചവനായി ഭവിച്ച ആ രാജർഷി, ആസനം എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായി ഇരുന്നാൽ പോലും ഒരു നിമിഷം കണ്ണടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇനി ശയനം, ഉറങ്ങിപ്പോയാൽ ഈ മാൻകുട്ടിയെ ആരെങ്കിലും എടുത്തുകൊണ്ടു പോകുമോ, അവനെ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്ന് ചിന്തിച്ച് അങ്ങനെ കിടക്കുമ്പോഴും, അടനം, ആ ആശ്രമത്തിൽ നിന്ന് എവിടെയെങ്കിലും പുറത്തു പോവുകയോ അങ്ങനെ നടക്കുമ്പോഴും, സ്ഥാനം, നിൽക്കുമ്പോഴും, അശനാദിഷു, ഉണ്ണുമ്പോഴും, ഇങ്ങനെ എന്ത് ചെയ്യുമ്പോഴും, മൃഗജഹുനാസഹ, ആ മാൻകുട്ടിയോടുള്ള ആ സ്നേഹത്താൽ അനുബദ്ധ ഹൃദയ, സ്നേഹത്താൽ അതങ്ങ് ഒരു കയറിട്ട് കെട്ടിയതുപോലെ ആയിത്തീർന്നു. അങ്ങനെ ഒരു ഹൃദയ ആസീത്, ഹൃദയമുള്ളവനായി, അതായത് ആ മാൻകുട്ടിയോടുള്ള ആസക്തി ഓരോ ദിവസവും കൂടിക്കൂടി വന്നു. തനിക്ക് പൂജ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നറിയാവുന്നത് കൊണ്ട് ആ പൂജയ്ക്കായുള്ള സംഭാരങ്ങൾ, സാധന സാമഗ്രികൾ
ശേഖരിക്കാനായി കാട്ടിൽ പോകുമ്പോഴും ഈ മാൻകുട്ടിയെ കൊണ്ടുപോകും. അതാണ് 12ാമത്തെ ശ്ലോകം. കുശ കുസുമ സമിത് പലാശ ഫലമൂലോദകാനി ആഹരിഷ്യമാണഃ ആഹരിഷ്യമാണോ വൃകസാലാവൃകാദിഭ്യോ ഭയം ആശംസമാനോ യഥാ സഹ ഹരിണഗുണകേന വനം സമാവിശതി. പൂജയ്ക്ക് ആവശ്യമായ കുശപ്പുല്ല്, കുസുമം പുഷ്പം, സമിത്ത് ചമതക്കോൽ, പലാശം ഫലമൂലങ്ങൾ, ഫലമൂലോദകാനി ഉദകം വെള്ളം, ഇവയൊക്കെ ആഹരിഷ്യമാണഃ കൊണ്ടുവരുവാൻ വേണ്ടി യഥാ എപ്പോഴൊക്കെ കാട്ടിലേക്ക് പോകുമോ അപ്പോഴൊക്കെ ഈ മാൻകുട്ടിയെ ഒറ്റയ്ക്ക് അവിടെ ആശ്രമത്തിൽ നിർത്തിപ്പോയാൽ വൃകസാലാവൃകാദിഭ്യഃ ചെന്നായ, കാട്ടുനായ മുതലായ ജന്തുക്കളിൽ നിന്ന് ഭയം ആശംസമാനഃ ഭയം പൂണ്ടിട്ട് വന്ന് എന്തെങ്കിലും ചെയ്തു കളയുമോ എന്ന് ആശങ്ക പൂണ്ടിട്ട് ഈ ഹരിണഗുണകേന സഹ മാൻകുട്ടിയെയും എടുത്ത് കൂടെ വനം സമാവിശതി കാട്ടിലേക്ക് പോകുമായിരുന്നു. 13 പഥിഷു ച മുഗ്ധഭാവേന തത്ര തത്ര വിഷക്തം അതിപ്രണയഭരഹൃദയഃ കാർപ്പണ്യാത് സ്കന്ധേന ഉദ്വഹതി ഏവം ഉത്സംഗ ഉരസി ച ആധായ ഉപലാളയൻ മുദം പരമാം അവാപ. ഇങ്ങനെ പോകുന്ന വഴിക്ക് മാൻകുട്ടി പെട്ടെന്ന് തന്നെ നടന്നു തുടങ്ങും. അതുകൊണ്ട് എപ്പോഴും എടുത്തു നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ പഥിഷുച്ച മുഗ്ധഭാവേന ആ മാൻകുട്ടിയുടെ പ്രായത്തിന്റെ ആ കളി സ്വഭാവം കൊണ്ട് വെറുതെ തത്ര തത്ര വിഷക്തം വെറുതെ ചിലയിടത്ത് അങ്ങ് നിന്ന് കളയും. അപ്പോൾ കുറച്ചു മുന്നിൽ നടക്കുന്ന ഭരതൻ തിരിഞ്ഞു വന്ന് അതിപ്രണയഭരഹൃദയ അതിസ്നേഹത്താൽ അതിനെ കുഞ്ചിക്കും. അങ്ങനെ ആ ഒരു സ്നേഹഭാരമുള്ള ഹൃദയത്തോടു കൂടിയവനായിട്ട് കാർപ്പണ്യാത്ത് കൃപാപാരവശ്യത്താൽ, ഇനി ആ മാൻകുട്ടിക്ക് നടന്ന് തളർന്നതുകൊണ്ടാണോ? ഇത് മൃഗമാണ്. മൃഗത്തിന്റെ സ്വഭാവം തന്നെ നടക്കുക, ഓടുക, ചാടുക ഇതൊക്കെയാണ്. എന്നിട്ടും ഇതൊരു മനുഷ്യ കുഞ്ഞ് എന്ന ഭാവത്തിലാണ് അതിന് കാലുവേദനിക്കുന്നു എന്നതുപോലെ സ്കന്ധേന ഉദുവഹതി തോളിലെടുത്തു വയ്ക്കും. പിന്നീട് എവിടെയെങ്കിലും ഇരുന്ന് ഏവം ഉത്സംഗേ മടിയിലും ഉരസിച്ച മാറത്തും ആധായ എടുത്ത് ചേർത്ത് വെച്ച് ലാളയൻ ലാളിച്ചുകൊണ്ട് അതിൽ പരമാമുദം അവാപ വളരെയധികം സന്തോഷം കണ്ടെത്താൻ തുടങ്ങി. മുൻപ് ഭഗവാനെ പ്രാർത്ഥിച്ചും പൂജിച്ചും അതിലും അപ്പുറത്തുള്ള ആനന്ദ സ്ഥിതിയിൽ എത്തിച്ചേർന്ന ആളാണ് ഇപ്പോൾ ഒരു മാൻകുട്ടിയെ കളിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നത്. ഇനി പൂജാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അതൊന്ന് മുഴുമിപ്പിക്കാൻ പോലുമുള്ള ക്ഷമയില്ല. ഇടയ്ക്കിടെ എഴുന്നേറ്റ് പോകും. അതാണ് 14ാമത്തെ ശ്ലോകം. ക്രിയായാം നിർവർത്യമാനായാം അന്തരാളേ അപി ഉത്ഥായ ഉത്ഥായ യഥാ ഏനം അഭിചക്ഷീത തർഹി വാവ സഹ വർഷപതിഃ പ്രകൃതിസ്ഥേന മനസാ തസ്മാ ആശിഷ ആശാസ്തേ സ്വസ്തി സ്ഥാദ് വത്സ തേ സർവത ഇതി. ഇനി ക്രിയായാം ആ പൂജാതി കർമ്മങ്ങൾ നിർവർത്യമാനായാം നിർവഹിക്കപ്പെടുന്ന അവസരത്തിൽ പോലും അന്തരാളെ അത് മുഴുമിപ്പിക്കാതെ അതിനിടയിൽ അഭി ഉത്ഥായ ഉത്ഥായ ഇടയ്ക്കിടെ എഴുന്നേറ്റ് പോയിട്ട് ആ മാൻകുട്ടി ഇരിക്കുന്നിടത്ത് ചെന്ന് യഥാ ഏനം അഭിചക്ഷീത തർഹി വാവ ആ മാൻകുട്ടിയെ കാണുന്ന നേരത്തെല്ലാം വർഷപതിഹി സഹ ഒരിക്കൽ ഭാരതവർഷത്തിന്റെ അധിപതിയായിരുന്ന അദ്ദേഹം ആകെ ഒരു ദുർബലനായി എന്നതുപോലെ ആ മാൻകുട്ടിയെ കാണുന്നതാണിപ്പോൾ സന്തോഷം. പൂജ ചെയ്യുന്നതല്ല, ഭഗവാനെ ആരാധിക്കുന്നതിലല്ല. സന്തോഷം മുഴുവൻ ഈ മാൻകുട്ടിയെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്നതിലാണ്. അങ്ങനെയാണ് പിന്നീട് ഭരതന്റെ മനസ്സ് സ്വസ്ഥമാകുന്നത്. അതാണ് പ്രകൃതിസ്ഥേന മനസ്സ എന്ന് വെച്ചാൽ സ്വസ്ഥമാകുന്ന മനസ്സ് അത് ഈ മാൻകുട്ടിയെ കാണുമ്പോൾ മാത്രമാണ്. എന്നിട്ട് അതിൻ്റെ അടുത്ത് പോയി തലയിലൊക്കെ തടവിയിട്ട് തസ്മൈ ആ മാൻകുട്ടിക്ക് ആശിഷ ആശാസ്തെ
അനുഗ്രഹം ആശംസിക്കും. എന്നിട്ട് പറയും, മനുഷ്യരോടൊക്കെ പറയുന്നത് പോലെ, സ്വസ്തിസ്താദ് വത്സ, നന്മ വരട്ടെ മകനെ, തേ സർവതഃ, നിനക്കെപ്പോഴും ഇതി എന്ന് പറഞ്ഞതിനെ ഇങ്ങനെ ആശീർവദിക്കുകയും ചെയ്യും. ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാ നേരവും ആ മാൻകുട്ടിയിൽ മാത്രം ആസക്തി വെച്ച മനസ്സോടുകൂടിയാണ് ഭരതൻ നാളുകൾ കഴിച്ചുകൂട്ടിയത്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.